ഇന്ന് നമുക്ക് നല്ല ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.25 കിലോ പച്ചക്കറി എടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ്, ഏത്തക്കായ, പൊട്ടാറ്റോ, ചേന, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, വഴുതനങ്ങ, നീളമുള്ള പയറ്, ചേമ്പ്, ബീൻസ്, മുരിങ്ങക്ക, കോവയ്ക്ക, സവോള, വെണ്ടയ്ക്ക, തക്കാളി. കൂടാതെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, 5 പച്ചമുളക് അരിഞ്ഞെടുത്തത്, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ടുണ്ട്. കൂടാതെ 100 ഗ്രാം പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കറി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി, മുരിങ്ങക്ക, വെണ്ടയ്ക്ക പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ പകുതി, വെളുത്തുള്ളിയിൽ പകുതി, പച്ചമുളക് മുഴുവനായിട്ടും കറിവേപ്പില പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തക്കാളി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് മുരിങ്ങക്കായും വെണ്ടയ്ക്കായും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുരിങ്ങക്ക വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 3 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. ഏകദേശം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി കൊടുക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തായി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബാക്കിയിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. മസാല റെഡിയായിട്ടുണ്ട്. നമുക്കതൊരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.